ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഡോഡ്ജിൻ്റെ ദുറാങ്കോ ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡോഡ്ജ് ദുറാങ്കോയിൽ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് വാഹനത്തിൻ്റെ സർവീസ് റീസെറ്റ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ സർവീസ് റിമൈൻഡർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് സ്റ്റെയറിങ്ങിലുള്ള ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് മുകളിലോട്ടും താഴോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഒരു പടം കാണും. അപ്പോൾ ആ കാറിൻ്റെ പടത്തിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേമാതിരി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററി വോൾട്ടേജും സർവീസ് റിമൈൻഡർ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പം 16% ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. 16% എന്ന് കൂട്ടേണ്ട, കാരണം ആ വാഹനത്തിൽ സർവീസ് ഏകദേശം 10,000 കിലോമീറ്ററോളം വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 10K സർവീസാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്നത്, ഈ ഒരു വാഹനത്തിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമ്മൾ ഇതേമാതിരി തന്നെ 16% കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നത്. അപ്പോൾ പല വാഹനങ്ങളിലും പല ടൈപ്പാണ്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് അങ്ങനെ റീസെറ്റ് ആവത്തില്ല. കാരണം ഈ ഒരു മോഡൽ വാഹനത്തിൽ ആ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ റീസെറ്റ് ആവത്തില്ല. അതിന് മറ്റൊരു പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സർവീസ് എത്രയാണോ ഡ്യൂ എന്നുള്ളത് അവിടെ കൊണ്ടുവെക്കുക. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മളെ ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും ഇതേമാതിരി 3 times പ്രസ് ചെയ്യുക. 1 2 3 ഇതേമാതിരി പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് സർവീസ് റിമൈൻഡർ റീസെറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണും. ഇത് കണ്ടല്ലോ, 100%ലോട്ട് മാറി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമുക്കിത് രണ്ടും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ആക്സിലേറ്റർ പെഡൽ മാത്രമാണെന്നാണ്. ഇതേമാതിരി 3 times ആക്സിലേറ്റർ പെഡൽ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പക്ഷേ അത് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്തത്. ഇതിലേതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.